നമസ്കാരം. കഥാമൃതത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തിരുപ്പതി ബാലാജിയുടെ ഈ ഒരു രൂപം നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലെ? ഇതില് ഭഗവാന്റെ താടിയുടെ ഇവിടെ വെളുത്തിരിക്കുന്ന ഒരു അലങ്കാരം കണ്ടു. ഇത് യഥാർത്ഥത്തിൽ ഒരു മുറിവാണ്. ആ മുറിവില് പച്ച കർപ്പൂരം മരുന്നായിട്ട് വെച്ചേക്കുന്നതാണ് ഈ അലങ്കാരമായിട്ട്. ഇതിന്റെ പിന്നില് ഒരു കഥ. പണ്ട് തിരുപ്പതിയില് ഭഗവാന്റെ പരമഭക്തനായിട്ടുള്ള അനന്താഴ്വാർ എന്നൊരു കർഷകൻ ഉണ്ടായിരുന്നു. അലങ്കാരപ്രിയനായിട്ടുള്ള ഭഗവാന് വേണ്ടിയിട്ട് അദ്ദേഹം മലയാകെ കൃഷി ചെയ്ത് പൂക്കൾ ഉണ്ടാക്കി. എന്നിട്ട് ആ പൂക്കൾ കൊണ്ട് മാലകളും പലവിധ അലങ്കാര വസ്തുക്കളും ഉണ്ടാക്കിയിട്ട് ഭഗവാന് കൊണ്ടുപോകും. അങ്ങനെ അദ്ദേഹം ഒരിക്കൽ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ സഹായിക്കാൻ അദ്ദേഹത്തിന്റെ ഗർഭിണിയായിട്ടുള്ള ഭാര്യയും കിട്ടുന്നു. കൊടും വേനൽക്കാലമായിരുന്നതിനാൽ തന്നെ ഇരുവരും വളരെ പെട്ടെന്ന് തന്നെ ക്ഷീണിതരായി. ഭാര്യ ഗർഭിണിയായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഭാര്യയുടെ കാര്യങ്ങൾ കൂടി നോക്കണം. ഇത് രണ്ടും കൂടി അദ്ദേഹത്തിന് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല. അങ്ങനെ ഇരിക്കെ ഭഗവാൻ മഹാവിഷ്ണു തന്നെ ഒരു ബാലകന്റെ രൂപത്തിലെത്തി അദ്ദേഹത്തെ സഹായിക്കുവാൻ ആരംഭിച്ചു. എന്നാൽ താൻ ഭഗവാന് വേണ്ടി ചെയ്യുന്ന പൂജയായിട്ടാണ് ഈ കൃഷി അദ്ദേഹം കൊണ്ടു നടന്നിട്ടുള്ളത്. അതില് മറ്റാരും കൈകടത്തുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമില്ലായിരുന്നു. അതുകൊണ്ട് ഒന്ന് രണ്ട് തവണ ആ ബാലനോട് അദ്ദേഹം ചെയ്യണ്ട എന്ന് പറഞ്ഞെങ്കിലും ആ ബാലൻ കേൾക്കാത്തതിനെ തുടർന്ന് അദ്ദേഹം എന്ത് ചെയ്തു? കയ്യിലുണ്ടായിരുന്ന പാര വെച്ചിട്ട് ആ കുട്ടിയെ ചെറുതായിട്ടൊന്ന് എറിഞ്ഞു വീഴും. അത്രയും മുറിയും എന്ന് അദ്ദേഹം ചിന്തിച്ചിട്ടില്ല. ആ കൃഷി ചെയ്യുന്നതിൽ നിന്ന് ആ ബാലനെ പിന്തിരിപ്പിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് അദ്ദേഹം അങ്ങനെ ചെയ്തത്. എന്നാൽ ഈ പാര കൊണ്ട് ആ കുട്ടിയുടെ താടി ഭയങ്കരമായിട്ട് മുട്ടിയുകയും ചോര ധാരധാരയായി ഒഴുകാനും തുടങ്ങി. അപ്പോൾ മഹാവിഷ്ണു അദ്ദേഹത്തിന്റെ സ്വന്തം രൂപം കാണിച്ചു കൊടുത്തു. ഇത് കണ്ടിട്ട് ഭഗവാൻ സ്വമേധയാ മലമുകളിൽ നിന്ന് വന്ന് തനിക്ക് വേണ്ടി തന്റെ പൂജ കൈക്കൊള്ളുവാൻ എത്തി എന്നതിൽ സന്തോഷിച്ച് അദ്ദേഹം തന്റെ അപരാധം ക്ഷമിക്കാൻ ഭഗവാനോട് ആവശ്യപ്പെടുകയും അദ്ദേഹത്തിന്റെ മുറിവുണങ്ങാനായിട്ട് പച്ച കർപ്പൂരം വെച്ചു കൊടുക്കുകയും ചെയ്തു. ഈ കർപ്പൂരമാണ് ഇന്നും ഭഗവാന്റെ താടിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അലങ്കാരപ്രിയനായിട്ടുള്ള ഭഗവാൻ ഈ മുറിവ് പോലും ഒരു അലങ്കാരമായി എടുത്തു എന്നാണ് നാം കരുതേണ്ടത്. അപ്പോൾ ഇന്നത്തെ കഥ ഇവിടെ അവസാനിക്കുകയാണ്. ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നന്ദി.